കരുവന്നൂർ കള്ളപ്പണക്കേസിൽ കെ രാധാകൃഷ്ണൻ എം പി ED ഇന്ന് ചോദ്യം ചെയ്യും. നേരത്തെ ലഭിച്ച 2 സമൻസുകളിലും കെ രാധാകൃഷ്ണൻ ഹാജരായിരുന്നില്ല. കള്ളപ്പണത്തിന്റെ പങ്ക് സംഭാവനയായി CPM കൈപ്പറ്റിയെന്ന കണ്ടെത്തലിലാണ് ചോദ്യം ചെയ്യൽ. CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്നു കെ രാധാകൃഷ്ണൻ. ക്രമക്കേട് നടന്ന കാലഘട്ടത്തിലെ മറ്റ് ജില്ലാ സെക്രട്ടറിമാരെ ED ചോദ്യം ചെയ്തിരുന്നു. കിരൺ കുമാർ ചേരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനായി. കിരൺ, എന്തായാലും കള്ളപ്പണ കേസിൽ, കരുവന്നൂർ കേസിൽ കെ രാധാകൃഷ്ണൻ MP ED ഇന്ന് ചോദ്യം ചെയ്യും. നേരത്തെ ലഭിച്ച സമൻസുകളിലൊന്നും തന്നെ കെ രാധാകൃഷ്ണൻ ഹാജരായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഇന്ന് 2ാം ഘട്ട കുറ്റപത്രവും സമർപ്പിക്കുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. വിവരങ്ങൾ രോഹിണി, കരുവന്നൂർ സഹകരണ ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് CPMന്റെ ഇടപെടലുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തേടുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മുൻ മന്ത്രിയും ഒപ്പം തന്നെ CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യുന്നത്. ഇതിപ്പോൾ 3ാം തവണയാണ് സമൻസ് അയപ്പിച്ച് കെ രാധാകൃഷ്ണനെ വിളിപ്പിക്കുന്നത്. നേരത്തെ 2 തവണ സമൻസ് അയച്ചിരുന്നെങ്കിലും പാർലമെൻറ്റ് നടക്കുന്നതും ഒപ്പം തന്നെ പാർട്ടി സമ്മേളനത്തിൻ്റെ തിരക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമയം നീട്ടി ആവശ്യപ്പെടുകയായിരുന്നു. ഇന്ന് കെ രാധാകൃഷ്ണൻ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കരുവന്നൂർ സഹകരണ ബാങ്കിലെ നടത്തിയിട്ടുള്ള, അതായത് CPM ഇടപെടലുകളിൽ നടന്നിട്ടുള്ള ലോണുകൾ അടക്കമുള്ള നിരവധി ക്രമക്കേടുകളുണ്ട്. ഇതിൽ മുൻ സെക്രട്ടറിമാരെ നേരത്തെയും ചോദ്യം ചെയ്തിരുന്നതാണ്. AC മൊയ്തീനെയും ഒപ്പം തന്നെ ഇപ്പോഴത്തെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MM വർഗീസിനെ അടക്കമുള്ള ആളുകളെയും ചോദ്യം ചെയ്തിരുന്നതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കെ രാധാകൃഷ്ണനെയും ചോദ്യം ചെയ്യുന്നത്. 2016-18 കാലഘട്ടത്തിലായിരുന്നു കെ രാധാകൃഷ്ണൻ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നത്. ഈ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള നിരവധി ക്രമക്കേടുകളുണ്ട്. CPMന് 5 അക്കൗണ്ടുകൾ ഈ സഹകരണ ബാങ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. മാത്രവുമല്ല, ഈ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ CPM ലഭിച്ചിട്ടുള്ള ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു എന്ന് കണ്ടെത്തിയിരുന്നു. കൂടാതെ തന്നെ സഹകരണ ബാങ്കിൻ്റെ ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് ചില വ്യക്തികൾക്ക് ലോണുകൾ അനുവദിക്കുന്നതിന് വേണ്ടി പ്രത്യേകം കമ്മിറ്റികൾ അടക്കം ഇവിടെ രൂപീകരിച്ചിരുന്നു എന്നുള്ളൊരു വിവരം തന്നെയാണ് EDക്ക് ലഭിക്കുന്നത്. ഇതിനുവേണ്ടി പാർലമെൻ്ററി കമ്മിറ്റിയും ഒപ്പം തന്നെ സബ് കമ്മിറ്റികളും രൂപീകരിച്ചിരുന്നു. ഇങ്ങനെ ക്രമവിരുദ്ധമായിട്ട് ഇത്തരത്തിൽ ലോണുകൾ അനുവദിച്ചുകൊണ്ടായിരുന്നു ഈ സഹകരണ ബാങ്കിൽ തട്ടിപ്പുകൾ നടന്നിരുന്നത് എന്ന കണ്ടെത്തലുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഏതായാലും ഇപ്പോൾ CPMന്റെ മുൻ ജില്ലാ സെക്രട്ടറിമാരെ കൂടി ചോദ്യം ചെയ്യാനായിട്ട് ED ഒരുങ്ങുന്നത്. ശരി കിരൺ. കരുവന്നൂർ കള്ളപ്പണ കേസിൽ കെ രാധാകൃഷ്ണൻ MP ED ഇന്ന് ചോദ്യം ചെയ്യും. നേരത്തെ ലഭിച്ച 2 സമൻസുകളിലും കെ രാധാകൃഷ്ണൻ ഹാജരായിരുന്നില്ല. കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.